ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ഓൺ വോയിസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ചെറിയൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ഫുഡായിരുന്നു. പെണ്ണും ചെക്കനെ കണ്ട് സംസാരിച്ച് അങ്ങനെ പോന്നു ഞങ്ങൾ. അപ്പോൾ വീട്ടിലെത്തിയതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ നേരെ പോയത് ഒറോമറും ജുമാ മസ്ജിദ് മകാം ആണ്ട് നേർച്ചയായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ അധികം ഞങ്ങൾ എല്ലാ വർഷവും ഞങ്ങൾ പോകണമാണ് കേട്ടോ. അവിടെ പോയി വെറുതെ ഇങ്ങനെ എല്ലാം കണ്ട് വരുന്നത് രസമാണ്. ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ അതുപോലെ തന്നെ ഈ ആപത്തുകളിലൊക്കെ എന്തെങ്കിലും നമ്മൾ രക്ഷ നേടാൻ, ഈ രോഗമുക്തി, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രാർത്ഥന ഉണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിംസ് മാത്രമല്ല കേട്ടോ, ഇവിടെ ജാതി ഭേദമന്യേ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ. ഇവിടെ ഹിന്ദുസൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും, മുസ്ലിംസും അതെ, എല്ലാവരും ഒരേപോലെ ഉണ്ടാവുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഞങ്ങൾ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പിന്നീട് നന്നായി തിരക്ക് വന്നു കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല ബ്ലോക്കൊക്കെ ആയി കേട്ടോ, അത്രയും ആൾക്കാരായിരുന്നു അവിടെ. അപ്പോൾ ഒരു കടേൻ്റെ മുമ്പിൽ നിറച്ച ആൾക്കാരാണ്, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ്, അതായത് 30 രൂപയ്ക്ക് ഏതെടുത്താലും 30 രൂപ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അതും ഇതൊക്കെ നോക്കി, ഒന്നും എടുത്തൊന്നുമില്ല. കുറച്ച് നേരം അവിടെ നിന്നെല്ലാം ഒന്ന് സെറ്റായി നോക്കിട്ടോ. പിന്നെ ആകെ ടയേർഡായിരുന്നു കേട്ടോ. ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷം കുറേ നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കില്ലേ, അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അടുത്തത് എൻ്റെയും മാൾട്ടീൻ്റെയും സെക്ഷനാണ് കേട്ടോ. നിറയെ ക്ലിപ്പുകളാണ് കേട്ടോ, നിറയെ ക്ലിപ്പുകളാണ്. ഇപ്പോഴത്തെ മോഡേൺ ക്ലിപ്പുകൾ കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വെറും ചീപ്പ് റേറ്റിന് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ 50-60 രൂപയൊക്കെ കൊടുത്ത് വാങ്ങണ സാധനമാണ് ഇവിടെ ചെറിയ ചീപ്പ് റേറ്റ് ആയിട്ട് 10-20 കിട്ടുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, കുഞ്ഞിടുന്നൊരു കളിപ്പാട്ടൊക്കെ വാങ്ങിട്ടോ. ഇനിയിപ്പോൾ പൂരമാണെങ്കിലും ആണ്ട് നേർച്ചയാണെങ്കിലും എന്താണെങ്കിലും ഈ കടേൻ്റെ മുന്നിൽ കൂടെ വെറുതെ തേരാപ്പാര നടക്കണം, അതൊരു രസമാണല്ലേ.